ആരാണ്? അശ്വതിയാണോ? ഇന്നലെ ഞാനാ പ്രയർ കിട്ടിയത്. ഓക്കെ ഓക്കെ. വേറെ ആരാന്ന് പറഞ്ഞോട്ടോ? അഫ്നാമോൾ. എന്താണ്? ഞാൻ ചൊല്ലാം മാം. ജീനാന്ന് പറഞ്ഞോട്ടോ. God, thank you for such a beautiful morning. Thank you for the gift of life as well as your mercy and goodness as I began my day. I pray that you will guide me and make my steps fruitful. Thank you for hearing my prayer. Thank you, Miss. എനിക്ക് ചെറിയ തോട് ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ സൗണ്ട് ചെറുതായിട്ട് കുറവാണ്. അതേപോലെ തന്നെ എനിക്ക് ചുമക്കൊക്കെ ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ക്ലാസ്സിൽ. പാർട്ട് 2 ആളുടെ ചാപ്റ്റർ നമ്മുടെ അശ്വതി മിസ്സാണ് കണ്ടത്. അശ്വതി മിസ്സിന് തീരെ വയ്യ. അതുകൊണ്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാലോ. അശ്വതി മിസ് ക്ലാസ് കൈകാര്യം ചെയ്യണില്ല. പുള്ളിക്കാർക്ക് അഡ്മിറ്റ് ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ എടുക്കാണ് മിസ്സിന്റെ പോർഷനാണ് കേട്ടോ. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇന്നലത്തെ ക്ലാസ്സിന്റെ നോട്ട്സ് എനിക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെ പകുതി നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറഞ്ഞു തോന്നുന്നുണ്ട്. പക്ഷെ ആരുടെ കയ്യിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ആയിരുന്നു കേട്ടില്ല. അങ്ങനെ ആ സ്ഥിതിക്ക് ക്ലാസ് ഒന്ന് ഇടാൻ പറ്റുമോ? ക്ലാസ് അതിന്റെ ഒരു പ്രിന്റ് തന്നെ ഇടാൻ പറ്റുമോ? ആരെങ്കിലും കയ്യിലുണ്ടോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫുൾ ആയിട്ട് എഴുതിയെടുത്തത്? മെസ്സേജ് അയച്ചേ. ഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതിയെടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചേ. ഒരു ഏകദേശം 13 14 കയ്യിലുള്ള ആരെങ്കിലും ഉണ്ടോ? ആരും എഴുതിയെടുത്തില്ല നിങ്ങള്? സോറി മാം, എനിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ ഫൗസിയ. ഓക്കെ മാം റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവില്ലേ? ആ റെക്കോർഡ് ക്ലാസ് ഉണ്ട്. അപ്പൊ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് അത് നോക്കി ഒന്ന് എഴുതിയെടുക്കാട്ടെ. അത് കേട്ട് ഒന്ന് എഴുതിയെടുക്കട്ടെ. ജോസ്മി ടീച്ചറിന്റെ ആണോ ഇപ്പൊ എടുക്കുന്നേ? അല്ല, അശ്വതി മിസ് എടുത്തിട്ടില്ലല്ലേ ചാപ്റ്റർ. അപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്യുകയാണ്. അല്ലെ ഇതിൽ എഴുതണ്ടേന്ന് അറിയാം. എന്റെ എഴുതിയാൽ മതി കേട്ടോ. ഈ ചാപ്റ്റർ ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ എന്റെ എഴുതിയാൽ മതി കേട്ടോ. കൊറേയൊക്കെ ഞാൻ എഴുതിയെടുത്തായിരുന്നു. കുറച്ചൊക്കെ വന്നപ്പോ നെറ്റിന്റെ പ്രോബ്ലം വന്നപ്പോ റെക്കോർഡ് ക്ലാസ് നോക്കി എഴുതാന്ന് ഓർത്താ. റെക്കോർഡ് ക്ലാസ് ഇന്ന് ഉച്ചയ്ക്ക് ഇടുമല്ലോ. അപ്പൊ അത് നോക്കിയിട്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് എല്ലാവരും. ഇന്നലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണോ എഴുതിയിട്ടുണ്ടായിരുന്നത്? ഇന്നലെ ഉണ്ടായിരുന്നില്ലേ ക്ലാസ്സില്? ഇല്ല, ഇന്നലെ മോനേറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ട് വയ്യാഴിയൊക്കെ. ശ്രദ്ധിക്കാത്ത കുട്ടികളൊക്കെ ഉള്ളവര് മാക്സിമം എന്താ പറയാ തിളപ്പിച്ചേറ്റി വെള്ളമൊക്കെ കുടിപ്പിക്കുക. അതേപോലെ ഭയങ്കര കോൾഡും ഫീവറൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടികളൊക്കെ ഫാനൊക്കെ കുറച്ചിട്ടിട്ട് ചെവിയിൽ കാറ്റടിക്കാത്ത രീതിയിൽ നിർത്തുക. അതേപോലെ കഫക്കെട്ട് വന്ന ടൈപ്പ് ഫുഡുകളൊന്നും കൊടുക്കാതിരിക്കുക. പാല്, മുട്ട അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ. നമ്മൾ ശരിക്കും നല്ലതാണ്, കുട്ടികൾക്ക് നല്ലതാണെന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കും. പക്ഷെ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ക്ലാസ്സിലേക്ക് വരാം. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ് പറയാൻ പോണത്. നമ്മളൊരു കുട്ടിയുടെ ഗ്രോത്ത് നമ്മളെല്ലാവരും, നമുക്കൊക്കെ മക്കളോട് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുഞ്ഞായിരുന്നു, അത് കഴിഞ്ഞ് കുറച്ചും കൂടി വലുതായാൽ നമ്മൾ ഓരോ ഏജ് അനുസരിച്ച് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ഗ്രോത്തും അതേപോലെ തന്നെ ഡെവലപ്മെന്റും രണ്ടുപേരോട് എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും ഗ്രോത്തും ഡെവലപ്മെന്റ് സെയിം ആണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വികാസം. രണ്ട് വേർഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും വിചാരിക്കും ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സെയിം വേർഡാണ്. ഗ്രോത്തും ഡെവലപ്മെന്റ് എന്താ വ്യത്യാസം? പക്ഷെ വ്യത്യാസമുണ്ട്. ഗ്രോത്തും ഡെവലപ്മെന്റും രണ്ട് വേർഡ്സ് ആണ്, അല്ലെങ്കിൽ രണ്ട് ആക്സെപ്റ്റ് ആണ് രണ്ടെണ്ണത്തിലുള്ളത്. ഗ്രോത്ത് വേറെ, ഡെവലപ്മെന്റ് വേറെ. ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റിൽ ഇല്ല. ഞാൻ അതുകൊണ്ട് എന്റെ നോട്ടുകൾ നോക്കിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. ടെസ്റ്റില് ഒരുപാട് എഴുതിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ പറയുന്ന കറക്റ്റ് പോയിന്റിലേക്ക് എത്താനായിട്ട് കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഞാൻ നോട്ട് നോക്കിയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ മാക്സിമം അത് എഴുതിയെടുക്കാനൊക്കെ നോക്കുക കേട്ടോ. സാധാരണ എഴുതിയെടുക്കണേ ഞാൻ പറയാം.
Educational program should be framed on the base of growth and development of the child. എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കുട്ടിയുടെ പഠനമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫ്രെയിം ചെയ്യുന്നത്. അപ്പൊ ഇന്ന ഏജിൽ ഇത്ര ക്ലാസ്സിൽ, ഇന്ന ഏജിൽ ഇത്ര ക്ലാസ്സിൽ, അത് നമ്മൾ ആ ഗ്രോത്ത്, ആ കുട്ടിയുടെ ഗ്രോത്ത് അനുസരിച്ച് ഏജിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ കുട്ടികളെ ഓരോ ക്ലാസ്സിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് പറയണത് വെച്ചാൽ 6 വയസ്സുള്ള ഒരു കുട്ടീനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്താൻ പാടുള്ളൂ. കാരണം എന്താണ്, ആ സമയം ആവുമ്പോഴേക്ക് കുട്ടിയുടെ മെന്റൽ ഗ്രോത്ത് അത്യാവശ്യം എന്ത് ചെയ്യുള്ളൂ വികസിക്കുള്ളൂ. പഠിക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു ഏജ് എന്ന് പറയുന്നത് 6 years ആണ്. 6 yearsന് മുമ്പ് കുട്ടികളെ ഇരുത്തരുത്. അതിന് മുമ്പ് ഇരുത്തുന്ന സ്ഥലമാണ് LKG, PKG, അതേപോലെ തന്നെ UKG-യിലൊക്കെ ഇരുത്താം. അതല്ലാണ്ട് 6 years ആയാലാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ഇരുത്താൻ പാടുള്ളൂ എന്ന് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമാണ്. കാരണം ചെറുപ്പത്തിലേക്ക് കൊണ്ടുവന്ന പിള്ളേരെ ഇങ്ങനെ എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും, ചെറിയ കുട്ടികൾക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഭയങ്കര പാടാണ്. അപ്പം മാക്സിമം ആക്ടിവിറ്റീസ് കൊടുക്കുക. കുട്ടികൾ പഠിക്കുമ്പോൾ എന്ത് കൊടുക്കുക, മാക്സിമം ആക്ടിവിറ്റീസ് കൊടുക്കുക. അവരുടെ ആ ഏജിനനുസരിച്ചുള്ള അവരുടെ ഗ്രോത്തിനനുസരിച്ചുള്ള രീതികൾ നമ്മൾ പഠിപ്പിക്കണമെങ്കിലും മാക്സിമം ആക്ടിവിറ്റീസ് കൊടുക്കുക. അതായത് ഹോംവർക്കുകൾ അവോയ്ഡ് ചെയ്യാം. നമ്മൾ നോക്കാണ് ഗ്രോത്ത്. ഗ്രോത്തിന് മീനിങ് ഞാൻ എന്താ പറഞ്ഞ മലയാളത്തിൽ നമ്മൾ എന്താ പറയുന്നത്, വളർച്ച. Growth refers to dimensional augmentation, cellular multiplication and quantitative change in size, weight and number. നോക്കാം, ഗ്രോത്ത് എന്ന് പറയുമ്പോ റെഫേഴ്സ് ചെയ്യുന്നത് സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മുടെ സെല്ലിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ സെല്ലിന്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ജനിക്കുമ്പോൾ ചെറിയ കൈകൾ, ചെറിയ കാലുകൾ, ചെറിയ മുഖമൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഒരു ഏജ് ആവുമ്പോൾ അതൊക്കെ വലുതാവണം. ഓരോ ടൈമിൽ പർട്ടിക്കുലർ ഏജിനനുസരിച്ച് അത് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, ഗ്രോ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ, നമ്മുടെ സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ. എന്താ ഏറ്റവും തിന്നിയായിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽസ് എന്ന് പറയുന്നത്. നമ്മള് എല്ലാവരും ഇപ്പൊ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എന്തിന്റെ ബേസിലാണ് ഫോം ചെയ്തിരിക്കുന്നത്, സെല്ലിന്റെ ബേസിലാണ്. ഓരോരുത്തർക്കും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറഞ്ഞ സെല്ലാണ്. അപ്പൊ ഈ സെല്ലിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്, വലുതാവണം എന്ന് പറയുന്നത്. വലുതായി അല്ലെങ്കിൽ വലിയ കുട്ടിയായി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഹൈറ്റ് വെക്കുക, വെയിറ്റ് വെക്കുക, ഓരോ കാര്യങ്ങൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സെല്ലിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ മാറ്റങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒരു കുട്ടിക്ക് ഹൈറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പം എന്താ പറയാ, ഒരു 85 ആണ് ഹൈറ്റ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് 60 ആണ് ഹൈറ്റ് വിചാരിക്കും, 60 centimeters ആണ്. അപ്പൊ കുട്ടിന് വലുതാവുന്നതനുസരിച്ച് 60 70-ലേക്കാവും, 70 80-ലേക്കാവും. കുറച്ചും കൂടി ഏജ് ഒക്കെ ആവുമ്പോൾ 100, അത് കഴിഞ്ഞിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഒരു ഏജ് വരെ നമ്മുടെ ഹൈറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. നമുക്കറിയാമല്ലോ 90 years വരെ നമ്മുടെ ഹൈറ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോത്ത് മെഷർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പൊ കുട്ടികൾക്ക് 7 kg ആണ്, 11 kg ആണ്, 14 kg ആണ് എന്നൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്, നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ കുട്ടി വളർന്നുണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ വെയിറ്റും ഹൈറ്റിലും അതേപോലെ നമ്മൾ എന്താ പറയാ ഓരോ ഓർഗൻസിലും വരുന്ന മാറ്റങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഇതിനെ കുട്ടി വളരുന്നുണ്ട് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഗ്രോത്ത് ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ ആണ്. ഇറ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു ഏജ് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് 19 വയസ്സ് വരെ കുട്ടികൾക്ക് എന്ത് വെക്കുള്ളൂ, ഹൈറ്റ് വെക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഹൈറ്റ് ആയിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ 90 years വരെ നമ്മൾ ഹൈറ്റ് ഒക്കെ മെഷർ ചെയ്യണം. ഇപ്പൊ നമ്മൾ പോയി നോക്കിയാലും നമുക്ക് ആ 90 years വരെ നമുക്ക് ആ ടീനേജിലുള്ള ഹൈറ്റ് തന്നെയായിരിക്കും ഇപ്പോഴുള്ള ഹൈറ്റും. എനിക്ക് 154 ആണ്. അത് കുറെ കാലമായിട്ട് സ്റ്റേബിൾ ആണ്. കാരണം ഞാൻ ആ ഗ്രോത്ത് വെച്ച് അറ്റൈൻ ചെയ്തു. സോ പിന്നെ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അത് എന്നുള്ള ഗ്രോത്ത് ചെയ്യുന്നില്ല. അപ്പൊ നോട്ട് കണ്ടിന്യൂസ് ആണ്. ചില കാര്യങ്ങൾ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഡെവലപ്മെന്റ് പഠിച്ചപ്പോ സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ എന്താണ് ത്രൂ ഔട്ട് ദ ലൈഫ് അത് കണ്ടിന്യൂ ചെയ്യുന്ന പറയും. പക്ഷെ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യൂല. ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർട്ടിക്കുലർ ഏജ് വരെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ എന്താണ്, അത് സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കും. ആ ഒരു ഹൈറ്റ് ഇപ്പൊ 154 എന്ന് പറയുന്ന ഹൈറ്റ് ഇപ്പൊ ഒരു എന്താ പറയാ ഒരുപാട് നാളായിട്ട് അത് അവിടെ തന്നെ ഉണ്ട്. ആ ഹൈറ്റിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഗ്രോത്ത് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ആദ്യം പറഞ്ഞു ഗ്രോത്ത് ഈസ് സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്. ഗ്രോത്ത് ഈസ് മെഷേർഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. എന്താണ് മെഷർ ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മുടെ ത്രൂ ഔട്ട് ദ ലൈഫ് അത് എന്ത് ചെയ്യാനുള്ള കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഗ്രോത്ത്
കണ്ടിന്യൂസ് ചെയ്യല്ല, നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇനി ഇറ്റ് ഈസ് സ്ട്രക്ചറൽ ഇൻ നേച്ചർ. സ്ട്രക്ചറൽ ആണ്. നമുക്ക് ഇറ്റ് ഈസ് സ്ട്രക്ചറൽ ഇൻ നേച്ചർ ആണ്. ഘടനാപരമായിട്ട് നമുക്ക് വന്ന മാറ്റങ്ങളാണ് അതിൽ എന്ത് ചെയ്യണത്, മനസ്സിലാക്കാനായിട്ട് പറ്റണത്. സ്ട്രക്ചറൽ ഇൻ നേച്ചർ ആണ്. ഇനി ഗ്രോത്ത് നമ്മളൊരു ഏജ് ഓഫ് മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും. ഇറ്റ് സ്റ്റോപ്പ് വിത്ത് ദ അറ്റൈൻമെന്റ് ഓഫ് മെച്യൂരിറ്റി. ഇറ്റ് സ്റ്റോപ്പ് വിത്ത് ദ അറ്റൈൻമെന്റ് ഓഫ് മെച്യൂരിറ്റി. നമ്മളൊരു മെച്യൂരിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ഗ്രോത്ത് അവിടെ വെച്ച് എന്ത് സ്റ്റോപ്പ് ചെയ്യണം, പിന്നെ അത് ഗ്രോ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളിപ്പോ എന്താണ് ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞത്? ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലുലാർ സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഫസ്റ്റ് പോയിന്റ് സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇറ്റ് ഈസ് മെഷർ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോത്ത് ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറിൽ മെഷർ ചെയ്യാം. ഓരോ കാര്യങ്ങളും മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ ഇൻ നേച്ചർ. ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ ഇൻ നേച്ചർ. ഈ 4 പോയിന്റ് എഴുതിയെടുത്ത എല്ലാവരും ഗ്രോത്തിനെ കുറിച്ചുള്ളത്. ഒന്നുകൂടെ പറയാമോ? ഗ്രോത്ത് എന്ന് പറഞ്ഞാല് സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്. ഗ്രോത്ത് ഈസ് ഒരു ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് എഴുതിയെടുത്താൽ മതി. ഗ്രോത്തിന് ഹെഡിങ് കൊടുക്കുക, പിന്നെ ഓരോ ഹൈഫൺ ഇട്ടിട്ട് ഓരോ പോയിന്റ് കൊടുത്താൽ മതി. Growth is multiplication of cells. Growth is multiplication of cells. Okay, right? Just it is not a continuous process. Not a continuous process. A quantitative ഞാൻ say പോയതാണ്. Not a continuous process. Growth can measured in quantitative terms. Growth can measured in quantitative terms. ഒന്നുകൂടി പറയോ? Growth can cellular multiplication. Cells in the multiplication. Growth means multiplication of cells. Multiplication of cells. Not continuous processor. Then not continuous processor. Then it can be measured. It can be measured in quantitative terms. Any structural in nature. 4 point. ആരെങ്കിലും ഒരാളൊന്ന് വായിക്കുമോ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ്? വായിച്ചോട്ടോ. Growth is multiplication of cells. It is not a continuous process. Growth can be measured in quantitative terms. Structural in nature. Growth is a structural in nature. Okay. ഇതിന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? മലയാളത്തിൽ പറഞ്ഞ മീനിങ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് അതുപോലെ തന്നെ ഒരു ഏജ് വരെ നമ്മുടെ ഹൈറ്റ് ഒക്കെ അത് എന്ത് ചെയ്യും, എന്താ പറയാ, കൂടുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്ഥിരമായിട്ട് എന്താണ് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത്, വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഗ്രോത്ത് നമുക്കൊരു പെർട്ടിക്കുലർ ഏജ് വരെ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അത് എന്താ പറയാ കൂടുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിന്റെ സ്ട്രക്ചറും നേച്ചറും ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല. പിന്നെ അതൊരു ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് കൂടി വരുന്നതാണ്. പിന്നെ അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഓക്കേടാ ഫൗസിയ, കറക്റ്റ് ആട്ടോ. എല്ലാവർക്കും മനസ്സിലായോ ഗ്രോത്ത് എന്താന്ന്? നമുക്ക് ടെസ്റ്റ് നമ്മുടെ പോർഷനിലേക്ക് വരാം. ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്നാണ് നമ്മുടെ പോർഷനിലേക്ക്. അതിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്.
ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് പ്രോസസ് ആണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്ത് പോകും. Which is connected with the physical, behavioral, cognitive and emotional growth and changes. എന്തൊക്കെ വന്നിട്ട് നമ്മൾ പഠിച്ച ഫിസിക്കൽ ബിഹേവിയർ ഉണ്ട്, കൺജക്റ്റീവ് ഉണ്ട്, ഇമോഷണൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, എന്ന് പറഞ്ഞ എല്ലാ ഗ്രോത്തും ഏതിൽ വരുന്നുണ്ട്? ഹ്യൂമൻ ഡെവലപ്മെന്റിൽ വരുന്നുണ്ട്. In the early stage of life from babyhood to childhood, ബേബിഹുഡിൽ നിന്ന് കുട്ടി ചൈൽഡ്ഹുഡിലേക്ക് വരുന്ന ആ ഒരു പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന അവസ്ഥയിലുള്ള സമയം മുതൽ ചൈൽഡ്ഹുഡ്, കുട്ടി ജനിച്ച ആ ഒരു ഇൻഫന്റ് ആ ഒരു ഏജ് വരെ, ചൈൽഡ്ഹുഡ് ടു അഡോൾസന്റ് ഏജ്, ചൈൽഡ്ഹുഡ് മുതൽ ബാല്യം മുതൽ കൗമാരം വരെ, ആൻഡ് അഡോൾസന്റ് ഏജ് ടു അഡൾട്ട്ഹുഡ്, കൗമാരം മുതൽ നമ്മളെ ആ ഒരു നമ്മളെ അഡൾട്ട്ഹുഡ് വരെ numerous changes take place. Number of changes ആണ്, ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഒരു കുഞ്ഞു കുട്ടി മുതൽ ഒരു മുതിർന്ന വ്യക്തി വരെയുള്ള മാറ്റങ്ങളെ നമ്മൾ എന്ത് പറയണത്? ഈ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത്. ആ കുട്ടിക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും വന്ന എല്ലാ ഡെവലപ്മെന്റ്, എല്ലാ ചേഞ്ചസിനെയും നമ്മൾ എന്ത് പറയും? ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള പേര് പറയും. All through the process, each person develop an attitude and value that guide ചോയ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഈ പറഞ്ഞ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ആറ്റിറ്റ്യൂഡ് എന്തൊക്കെ കാര്യങ്ങൾ? വാല്യൂ ഓഫ് ചോയ്സ്, അതേപോലെ റിലേഷൻഷിപ്സ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതിൽ നിന്നൊക്കെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തെടുക്കുന്നത്? ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. ഓരോ വ്യക്തിയും അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നാണ്. ഇനി നമ്മുടെ മെയിൻ പോയിന്റ് ആയിട്ടുള്ള ഗ്രോത്തിലേക്ക് വരാം. The term growth of proportion to dimensional argumentation. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മുടെ സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ എന്ത് പറയും? ഗ്രോത്ത് എന്ന് പറയും. കുട്ടികളുടെ സെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ കുറവായിരിക്കും. നമുക്ക് വെയിറ്റ് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ സെല്ലുകൾ ഗ്രോ ചെയ്യുന്നുണ്ട്, അത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും വീണ്ടും സെല്ലുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെല്ലുകൾ വലുതാവണില്ല, പക്ഷെ സെൽസിന്റെ നമ്പേഴ്സിൽ എന്ത് വരെയാണ്? കൂടുതൽ വരെയാണ് കേട്ടോ. സെൽസിന്റെ നമ്പേഴ്സിലും കൂടുതൽ വരെയാണ്. സെല്ലുകളിൽ വലുതാവണം, അല്ലെങ്കിൽ അതിന്റെ സൈസ് അല്ല കൂടുന്നത്, പക്ഷെ സെൽസിന്റെ നമ്പേഴ്സിന്റെ സൈസ് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓർ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ഇൻ സൈസ്, വെയിറ്റ് ആൻഡ് നമ്പേഴ്സ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് വരുന്നത്? സൈസ്, നമ്മുടെ ഓരോ ചെറുപ്പമായിരുന്ന സമയത്ത് എക്സാമ്പിൾ ആണ്, കൈന്റെ ഷേപ്പ് എങ്ങനെയാണ്? തീരെ ചെറുതായിരുന്നു. വലുതാവുന്ന ഒരു നമ്മുടെ കൈയുടെ സൈസ് എങ്ങനെ വലുതായി വലുതായി അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് വരുന്നത്. പിന്നെ അത് കൈക്ക് വരണം സാധാരണ. ഇപ്പൊ പിന്നെ ഗ്രോ മെച്ചൂരിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൈക്ക് വണ്ണമൊന്നും വെക്കില്ല. വെയിറ്റിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ഫുഡിന്റെ ഇതിനനുസരിച്ച് വെയിറ്റ് മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇൻ നമ്പേഴ്സ്, ഇപ്പൊ ചെറുപ്പത്തിലുള്ളതിനേക്കാളും കൂടുതൽ നമ്പേഴ്സ് നമുക്ക് ഇപ്പൊ ഉണ്ടാവും. ഇപ്പൊ ഫീറ്റിന്റെ കേസ് ആണെങ്കിൽ കുട്ടിക്കാലത്തുള്ളത് നമ്മുടെ എന്താ പറയാ ചെറിയ എന്താ പറയാ മിൽക്കി ടീത്ത് ഒക്കെയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ടീത്തിന്റെ എണ്ണം കുറവാണ്, 16 അടിപ്പിച്ചുള്ളൂ. അപ്പൊ നമുക്ക് നമ്മള് മെച്ചുവേർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 32 ടീത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പർ സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ മാറ്റമൊന്നും വരും. നമ്മൾ ആ ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. Human growth is based on biological events which cause growth physically that naturally happen in course of during the early stage of life. ഹ്യൂമൻ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബയോളജിക്കൽ ആയിട്ടുള്ള ഇവന്റ്സ് ആണ്. ഈ ഹ്യൂമൻ ഗ്രോത്ത് ഫിസിക്കലി അല്ലെങ്കിൽ നാച്ചുറലി ആണ് സംഭവിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് നാച്ചുറലി നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിനാണ് കൂടുതലായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമ്മളെ പറഞ്ഞ ബേബിഹുഡ്, ചൈൽഡ്ഹുഡ്, അഡോൾസന്റ് ഏജ് എത്തുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം മെച്യൂരിറ്റിയിലേക്ക് എത്തി. ആ ഒരു ഏജ് വരെയാണ് നമ്മുടെ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രോത്ത് എന്താവണത്? സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. നമ്മളിത് പറഞ്ഞത് എന്താണ്? നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഈ മാറ്റങ്ങളാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റിൽ നിന്ന് നമുക്ക് ഓരോ ഏജ് അനുസരിച്ച് നമുക്ക് ഈ ഡെവലപ്മെന്റിൽ എന്ത് പറയുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ബേബിഹുഡ് മുതൽ ചൈൽഡ്ഹുഡ് വരെ, ചൈൽഡ്ഹുഡ് മുതൽ അഡോൾസന്റ് ഏജ് വരെ, അഡോൾസന്റ് മുതൽ അഡൾട്ട്ഹുഡ്, അങ്ങനെ ആ ഒരു ഏജ് അനുസരിച്ച് നമ്മുടെ മാറ്റങ്ങൾ ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഉണ്ട്. ഈ ഒരു ഇതിനെ നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തന്നെ മാറ്റങ്ങളെ നമ്മൾ എന്ത് പറയണം? ഗ്രോത്ത് എന്ന് പറയണം. ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എന്താ പറയുന്നത്? സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
സെൽസിന്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം, ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള സെൽസിന്റെ എണ്ണത്തിൽ വരുന്ന മാറ്റത്തിന് നമ്മൾ എന്ത് പറയുന്നത്, സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സെൽസിന്റെ നമ്പേഴ്സിലാണ് അവിടെ മാറ്റം വരുന്നത്. അല്ലെങ്കിൽ സെല്ല് വലുതാവണില്ല, സെൽസിന്റെ നമ്പേഴ്സിൽ മാറ്റം വരും. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ സൈസ്, വെയിറ്റ്, നമ്പർ. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും, കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ വരുന്നത്, ഗ്രോത്തിൽ വരുന്നത്. ഹ്യൂമൻ ഗ്രോത്ത് ഈസ് ബേസ്ഡ് ഓൺ നമ്മുടെ ബയോളജിക്കലി ഇവന്റ്സിനെയാണ് ബേസ് ചെയ്യുന്നത്. ഗ്രോത്ത് ഫിസിക്കലി നാച്ചുറലി ആയിട്ടാണ് സംഭവിക്കുന്നത്. സാധാരണ ഫിസിക്കലി അതേപോലെ നാച്ചുറലി ആയിട്ട് സംഭവിക്കുന്നത്. കൂടുതലായിട്ട് ഗ്രോത്ത് നമ്മൾ കാണുന്നത് ഏതാണ്, ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിലാണ് കൂടുതലായിട്ട് ഗ്രോത്ത് സംഭവിക്കുന്നത്. ഏർലി ബേബിഹുഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കുട്ടികൾ വലുതാവുക. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പറയും, നിന്റെ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ ഉള്ളൂ, ഭയങ്കരമായിട്ട് ബേബിഹുഡിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, അങ്ങനെ ഗ്രോത്ത് സംഭവിക്കുന്നത്. പിന്നെ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷനാണ് കേട്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഒരു സ്റ്റേജ് വരെ പിന്നെ ഒന്ന് സ്റ്റേബിൾ ആവും. അത് കഴിഞ്ഞ് വീണ്ടും ഗ്രോത്ത്. അഡോൾസെന്റ് ഏജില്, മിഡിൽ ചൈൽഡ്ഹുഡില് വീണ്ടും ഗ്രോത്ത്. പിന്നെ അഡോൾസെന്റ് ഏജ് എന്ന് വെച്ചാൽ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. പെട്ടെന്നായിരിക്കും ഓരോ കുട്ടികൾ മാറുന്നത്, ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും. ആൺകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഹൈറ്റ് വെക്കും, എന്താ പറയാ, ഹെയർ ഗ്രോത്ത് ഒക്കെ മൊത്തം താടിയൊക്കെ ആയിട്ട് വരുന്നു, മീശ വരുന്നു. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു. അപ്പൊ ഒരുപാട് ചേഞ്ചസ് നടക്കുന്ന ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ് പീരീഡിലാണ് നമ്മുടെ ഗ്രോത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്, മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ പറഞ്ഞ കാര്യം മനസ്സിലായ എല്ലാവർക്കും? ടീച്ചർ ഓക്കെ ആണോ? ഇനി നമുക്ക് ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. എന്താണ് ഡെവലപ്മെന്റ്? അല്ല, ഞാൻ ഗ്രോത്തിനെ കുറിച്ച് ചോദിപ്പിച്ചില്ലല്ലോ, നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചില്ലല്ലോ. ആരാ ഗ്രോത്തിനെ കുറിച്ച് നമ്മളുടെ പോർഷനിലുള്ള കാര്യങ്ങൾ പറയണത്? വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോ ഇത് വായിച്ചിട്ട് എന്താ ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് മലയാളത്തിൽ പറഞ്ഞാലും മതി. ഓക്കെ. അതേപോലെ ഒരു മിനിറ്റ് കേട്ടോ, പറഞ്ഞു തന്നതല്ലേ പറയണ്ടേ? ഞാൻ പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അത് വായിക്കുമ്പോ എന്താണ് മനസ്സിലാവുന്നത് പറഞ്ഞാൽ മതി. നമ്മുടെ ടീമില്, നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇംഗ്ലീഷ് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഇംഗ്ലീഷ് വായിക്കാനും മീനിങ് ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല മാം, പക്ഷെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് പോർഷൻ ഉണ്ടല്ലോ, വിദേശം സെറ്റ് ആയിരിക്കും കമ്മ്യൂണിക്കേഷന്. അപ്പൊ നമ്മള് ഇംഗ്ലീഷ് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ട്, അവര് ഇതെന്ത് ചെയ്യാം, നല്ല രീതിയിൽ വായിക്കണം. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെയുള്ളൂ, അതില് കിട്ടുള്ളൂ. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഞാൻ പറയാൻ കാരണം, നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഭൂരിഭാഗം സ്കൂളുകളും എങ്ങനെയായിരിക്കുള്ളൂ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളായിരിക്കുള്ളൂ. സോ അവിടെ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന ഇംഗ്ലീഷ് ആയിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാം. സോ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റണം, ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ. ഇനി ആരാണ് വായിക്കാൻ പോകുന്നത്, വായിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണ ആദ്യത്തെ പാരഗ്രാഫ്? ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും സംസാരിക്കില്ല, ഞാൻ വിളിക്കാം, അത് നല്ലത്. അക്ഷര. വായിക്കട്ടെ മിസ്? ഓക്കെ. Human development is a lifelong process which is connected with physical behavior, cognitive and emotional growth and change. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ബിഹേവിയറിലും എല്ലാം ഇമോഷണൽ ഗ്രോത്തിലും എല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും. In the early stages of life, from babyhood to childhood, childhood to adolescence, and adolescence to adulthood, tremendous changes take place. കേൾക്കുന്നുണ്ടോ മിസ്? അതായത് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ ജനിച്ച കുറച്ച് ആ ഒരു നാളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അഡോളസൻസ് പീരീഡിലുമാണ് കുട്ടികൾ പെട്ടെന്ന് വളരുന്ന, ഹൈറ്റും വെയിറ്റും എല്ലാം പെട്ടെന്ന് മാറുന്നത്.
Okay. Although the process, each person develops an attitude and values that guide choice, relationship, and understanding. അല്ല എനിക്ക് എത്ര മനസ്സിലായില്ല മിസ്. ഓക്കെ എടാ, ഞാൻ പറയാട്ടോ. അല്ല, അതിന് മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ അത് കൂട്ടത്തില്? ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. പറഞ്ഞോടാ. Although the process, each person development and attitude, the value that guide choice, relationship and understanding. ഈ ടൈമിലാണ് അവർ സെലക്ട് ചെയ്യുന്ന അവരുടെ ഗൈഡ്, അത് ഗൈഡൻസും അതുപോലെ തന്നെ അവർ റിലേഷൻഷിപ്പും അതുപോലെ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു ടൈം കൂടെയാണ് ഇത്. എങ്ങനെയാണല്ലേ മാം? ഈ ടൈമിൽ നമ്മൾ ഈ ടൈമിലായിരിക്കും ഓരോ പേഴ്സൺസിന്റെ ആറ്റിറ്റ്യൂഡ് അതേപോലെ വാല്യൂസ് ഒക്കെ അവരുടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓരോ അണ്ടർസ്റ്റാൻഡിങ്, അതേപോലെ നമ്മുടെ റിലേഷൻഷിപ്സ്, നമ്മളുടെ ചോയ്സ്, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പവർ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഇതില് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയണത്. അടുത്തതാരാ പറയണേ? ഞാൻ പറയാം മാം. പറഞ്ഞോട്ടോ. The term growth pertains to dimensional augmentation, cellular multiplication or quantitative changes in sizes, weight and number. അതായത് ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡയമെൻഷണൽ ആയിട്ടുള്ള ഓഗ്മെന്റേഷൻ ആണ്. അതുകൂടാതെ തന്നെ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൂടാതെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ്, അതായത് സൈസിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ്, വെയിറ്റിലായിക്കോട്ടെ നമ്പറിലായിക്കോട്ടെ, അതിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഹ്യൂമൻ ഗ്രോത്ത് ഈസ് ബേസ്ഡ് ഓൺ ബയോളജിക്കൽ ഇവന്റ്സ്. അതായത് ഹ്യൂമൻ ഗ്രോത്ത് ബേസ് ചെയ്യുന്നത് ബയോളജിക്കൽ ഇവന്റ്സിനെയാണ്. അത് എന്തിനെ കോസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കലി ആയിട്ടുള്ള വിച്ച് കോസ് ഗ്രോത്ത് ഫിസിക്കലി ദാറ്റ് നാച്ചുറലി ഹാപ്പൻ ഇൻ ദ കോഴ്സ് ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫ്. അതായത് ഇത് എന്തിനാ കോസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനെ നാച്ചുറലി ഹാപ്പൻ, അതായത് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഹാപ്പൻ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഏർലി സ്റ്റേജസ്, അതായത് നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മുടെ ഈ ഗ്രോത്ത്, നമ്മളിപ്പോ ഈ വലുതായി നിൽക്കണ ഈ സ്റ്റേജ് വരെയുള്ള ആ കോസസിനെയൊക്കെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെവലപ്മെന്റ് നോക്കിയാലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ ഗ്രോത്തിനെ കുറിച്ച്? ഡെവലപ്മെന്റ് നോക്കാട്ടോ. ഡെവലപ്മെന്റിന്റെ മലയാളം മീനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ വികാസം എന്നാണ്. Involves a series of progressive and orderly meaningful changes leads to the goal of maturity. നമുക്ക് എന്താ പറയുന്നത്, ഈ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീരീസ് ഓഫ് പ്രോഗ്രസ് ആണ്, ഓർഡർലി മീനിങ് ആയിട്ടുള്ള ചേഞ്ചസ്. നമുക്ക് വന്നിരിക്കുന്ന മീനിങ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ മെച്യൂരിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബിഹേവിയറിലാണ്. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ബിഹേവിയർ. നമ്മൾ ഓരോരുത്തരുടെയും ബിഹേവിയറിൽ വരുന്ന മാറ്റത്തിന് നമ്മൾ എന്ത് പറയും? ഡെവലപ്മെന്റ് എന്ന് പറയും. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡെവലപ്മെന്റിനെ കുറിച്ച്. പറഞ്ഞതാണ് ഓരോ വ്യക്തിയിലും ചെറുപ്പത്തിൽ കാണിക്കുന്ന ബിഹേവിയർ ആയിട്ടുള്ള ബിഹേവിയർ ഡെവലപ്മെന്റ് പറഞ്ഞപ്പോ ബിഹേവിയറിലായിരിക്കും പിന്നെ കാണിക്കണം. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ബിഹേവിയർ ഡെവലപ്മെന്റ് ആണ്. ഓരോ വ്യക്തികളുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ. പ്രോഗ്രസീവ് ഇൻ നേച്ചർ, ഓരോ ഏജ് അറ്റൈൻ ചെയ്യുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും. ചെറുപ്പത്തിൽ ഭയങ്കര പിടിവാശിയായിട്ടുള്ള കുട്ടികൾ ഒരേ ഏജ് എത്തുമ്പോൾ എന്താണ് അവർക്ക് മാറി നല്ല മിടുക്കന്മാരാവും. അതെന്താണ് അവർ ആ ഒരു ഏജിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. പ്രോഗ്രസീവ് ഇൻ നേച്ചർ, മാറ്റം വന്നത് സംഭവിച്ചത്. ഇറ്റ് ഒക്കേഴ്സ് ത്രൂ മെച്യൂരിറ്റേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. നമുക്ക് മെച്യൂരിറ്റി അനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് എന്തിന് മാറ്റം വരുന്നത്, ഡെവലപ്മെന്റിന് മാറ്റം വരുന്നത്. ഏത് സാഹചര്യത്തിൽ കൂടെയാണ് വളർന്നു വരുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഓവറോൾ ചേഞ്ചസ് റിസൾട്ടിങ് ഇൻ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ തന്നെ എല്ലാ ഭൂരിഭാഗം ചേഞ്ചസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ വന്ന ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, അയാളുടെ ക്യാരക്ടർ, അയാളുടെ എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാം ഈ ഡെവലപ്മെന്റിലായിട്ട് റിലേറ്റഡ് ആണ്. ക്വാളിറ്റേറ്റീവ് ടേംസിലാണ് നമുക്ക് ആക്സെപ്റ്റ് ആണ്. ക്വാളിറ്റേറ്റീവ് ടേംസ് ആണ് എന്ത് ഡെവലപ്മെന്റ് ആക്സെപ്റ്റ് ആണ്.
നല്ല ക്വാളിറ്റി ഉള്ള ആളാ, നമുക്ക് ഇത്രയും ക്വാളിറ്റി ഇരുന്ന് മെഷർ ചെയ്യാൻ പറ്റില്ല. നല്ല ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് ഇതാണ് അയാളുടെ ക്യാരക്ടർ നമുക്ക് പെർസെന്റേജ് കൊടുക്കാനോ അത് മെഷർ ചെയ്യാനോ പറ്റുമോ ഡെവലപ്മെന്റ്? ഇല്ല. നമുക്ക് നല്ല ക്യാരക്ടർ ആണെന്ന് പറയാൻ പറ്റും, പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ എഴുതിയൊന്നും വെക്കാൻ പറ്റില്ല. നമ്പേഴ്സിന് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയാ, നല്ലൊരു വ്യക്തിയാന്ന് വിചാരിക്കും. ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മെഷർ ചെയ്യാനായിട്ട് പറ്റൂല. നമുക്ക് ഗുഡ് ആണ് ബാഡ് ആണെന്ന് പറയാം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, അത് മെഷർ ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ പറ്റൂല. പക്ഷെ അവിടെ നമ്മൾ പഠിച്ചപ്പോൾ ഗ്രോത്തിന്റെ കാര്യത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പം എന്ത് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, സോഷ്യൽ ആവട്ടെ, ഇമോഷണൽ ആവട്ടെ, ഫിസിക്കൽ ആവട്ടെ, എന്തൊരു ഡെവലപ്മെന്റും ഫിസിക്കലി പറ്റും. അങ്ങനെ ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. അയാളുടെ ക്യാരക്ടർ മെഷർ ചെയ്യാൻ പറ്റൂല, ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ എന്താണ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്താണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കൗണ്ട് ചെയ്യാനോ മെഷർ ചെയ്യാനോ. നോട്ടാണ് എപ്പോഴാ മ്യൂട്ട് ആയത്? ഇപ്പൊ ആയുള്ളൂ, 2 മിനിറ്റ്. ഓക്കെ, ഞാൻ മ്യൂട്ട് ആക്കിയതല്ല കേട്ടോ, അറിയാണ്ടായതാ. നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മുടെ ലൈഫ് ലോങ് എന്തുണ്ടാവും, ഡെവലപ്മെന്റ് നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടാവും. ഓരോ ഏജ് അനുസരിച്ച് നമുക്ക് അതിൻ്റെതായ ഡെവലപ്മെന്റ്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളുണ്ടല്ലോ, ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ഡെവലപ്മെന്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയും കണ്ടിന്യൂസ് ആണ്. ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗ്രോത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റ് ഒന്നും കൂടില്ല എന്ന് പറഞ്ഞില്ലേ, അത് അവിടെ മെച്യൂരിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റേബിൾ ആണ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ്സ് വിത്ത് അറ്റൈനിങ് മെച്യൂരിറ്റി. ഓക്കെ, ഡെവലപ്മെന്റ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് എന്ത് ചെയ്യാനുള്ള എൻഡ് ചെയ്യണില്ല. ഓക്കെ, ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ് ആണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, മെച്യൂരിറ്റി ആവുമ്പോൾ അവിടെ എത്തുന്നുണ്ട്. ഇനി ഡെവലപ്മെന്റിനെ കുറിച്ചൊരു 3 പോയിന്റ് ഞാൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, തരാട്ടോ. 3 പോയിന്റ്സ് ഒന്ന് എഴുതിത്തോട്ടോ, 4 പോയിന്റ്സ്. ഫസ്റ്റത്തെ പോയിന്റ് കേട്ടോ. It refers to changes in behavior. Development refers to changes in behavior. Development refers to changes in behavior. എഴുതിയാ? Development refers to changes in behavior. Progressive in nature. Progressive in nature. Progressive in nature. It cannot be measured. It cannot be measured. Measured. It cannot be measured. ഒരു ഹൈഫൻ കൊടുത്തിട്ട് qualitative accept. Qualitative. Qualitative accept. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല. Qualitative accept ആണ്. Qualitative accept. Then അടുത്ത പോയിന്റ് continuous process. Continuous process. Continuous process. Continuous process. Next point, it does not end with. It does not end with attainment of maturity. It does not end with attainment of maturity. നമ്മൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണില്ല, എൻഡ് ആവണില്ല, സ്റ്റോപ്പ് ആവണില്ല. ഓക്കെയാണോ എല്ലാവർക്കും? പോയിന്റ് ഒന്ന് പറയോ? It refers to changes in behavior. It refers to changes in behavior. Okay. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഓരോ പോയിന്റ് വായിക്കാതെ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത്, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായതെന്ന് പറയാം. ഞാൻ വിളിക്കണം ഓരോരുത്തരെ. ഡെവലപ്മെന്റ് ആണോ മാം? ആ, ഡെവലപ്മെന്റ്. ആരാ പറയട്ടെ? ഞാൻ പറയാം. ഓക്കെയാണ്, പറഞ്ഞോട്ടോ.
Nevertheless, is the product of psychological and social growth stressed by environmental and individual behavioral factors, sometimes more easily referred to as maturity. While both of this nature ഞാനിപ്പോ പറഞ്ഞതില്ലേ കുറച്ച് പോയിന്റ്സ് അതൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് മിസ്സായത് ആരെങ്കിലും ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദ്ദേശിക്കുന്നത് നമ്മളെ അത് നമുക്ക് അതായത് നമുക്കിങ്ങനെ അളക്കാൻ പറ്റില്ല. നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് അല്ല, അത് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ്. അതായത് ക്വാളിറ്റേറ്റീവ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് അല്ല. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇത്ര ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര, അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഡെവലപ്ഡ് ആണ്. ഇപ്പൊ ഓരോരോ ഡെവലപ്മെന്റ് അത് ഒരു സൈക്കോളജിക്കൽ ആണ് അത് റിലേറ്റഡ് ആയിട്ടുള്ളത്. നമ്മളുടെ ബിഹേവിയറൽ അല്ലെങ്കിൽ ഓരോരോ ഇപ്പം കുഞ്ഞുങ്ങള് ഇപ്പോ എഴയുന്നിടത്തുനിന്ന് എണീച്ച് നടക്കണു. അപ്പൊ അത് എന്തോരം എണീച്ച് നടക്കണു, എത്ര ക്വാണ്ടിറ്റിയിൽ അത് എണീച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. അതൊക്കെ ഡെവലപ്മെന്റ്സ് ആണ്. അത് ക്വാളിറ്റേറ്റീവ് ആണ് അത് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. Development refers to the change in behavior. It is progressive in nature. അതായത് ഒരാളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന ചേഞ്ച് ആണ്. അതായത് അതിനെയാണ് വികാസം എന്ന് പറയുന്നത്. ഈ വികാസത്തിന് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു എന്താ പറയാ പ്രോഗ്രസ് ഉണ്ടാകുന്നതിലൂടെയാണ്, നമുക്ക് പക്വത പ്രാപിക്കുന്നതിലൂടെയാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു അളവോ ഗ്രോത്തിന് ഒരു വളർച്ചയുണ്ട്, ഒരു കാലഘട്ടമുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം ഇല്ല എന്നാണ് വികാസത്തിന്. അത് നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ട് നമ്മള് ഇതും അതായത് ഡെവലപ്മെന്റ് ഈസ് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. അതായത് ഗുണാത്മകമായിട്ടാണ്, അതായത് ക്വാളിറ്റി പരമായിട്ട് നമ്മൾ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. നമ്മൾ പിന്നെന്താ പറയാ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആണ് വികാസം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മരണം വരെ, ഒരു വ്യക്തിയുടെ മരണം വരെ ഈ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അത് ഇത്ര പ്രായത്തിലോ അല്ല ഒരു കാലഘട്ടത്തിലോ അത് അവസാനിക്കുന്നതല്ല. നമ്മുടെ അതാണ് മനസ്സിലായത്. എല്ലാവരും ഞാൻ പറയണുണ്ടാവും ഡെവലപ്മെന്റിനെ കുറിച്ച്. പോയിന്റ്സ് മാത്രം വായിച്ചു നോക്കി. ഗൗരി പറയാം, പോയിന്റ്സ് മാത്രം പറയട്ടോ. It refers to changes in behavior, progressive in nature, it cannot be measured, qualitative aspect, continuous process, it does not end with the attainment of maturity. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് നമുക്ക് ഡെവലപ്മെന്റ് എന്താന്ന് നമുക്ക് പോർഷനിൽ കൊടുത്തിരിക്കണം നോക്കാം കേട്ടോ. Development nevertheless is the product of psychological and social growth. Development എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ ആവട്ടെ, നമുക്ക് സോഷ്യൽ ഗ്രോത്തിനായിട്ട് നമ്മൾ എന്ത് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Stressed by environment and individual behavior factor. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മൾ ഏതൊരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടാണ്, നമ്മൾ ഏത് സോഷ്യൽ എൻവയോൺമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ഫാക്ടേഴ്സിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സംടൈംസ് മോർ ഈസി റെഫേഴ്സ് ടു ആസ് മെച്യൂരിറ്റി. ചില സമയങ്ങളിൽ നമ്മൾ പറയും ആ കുട്ടി മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു, നമുക്ക് തോന്നുന്നു, നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോ ഒരു സാധാരണ രീതിയിൽ ഒരു കുട്ടിയെ കാണുമ്പോ ആ കുട്ടിക്ക് ഏജിനേക്കാളും കൂടുതൽ ഒരു മെച്യൂരിറ്റി ഉണ്ട്, പക്വത കൈവരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് പറയാനേ പറ്റുള്ളൂ, മെഷർ ചെയ്യാൻ പറ്റില്ല. ആ കുട്ടിക്ക് ഇത്ര പക്വത കൈവരിച്ചു എന്ന് നമുക്ക് അളന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ജസ്റ്റ് നമുക്ക് സേ ചെയ്യാൻ പറ്റും. എന്താണ്, ആ കുട്ടിക്ക് പക്വത സംഭവിച്ചു, പക്വതയുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ നല്ല പെരുമാറാൻ അറിയുന്ന കുട്ടിയാണ്. അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ആ അവർക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്, ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടാണ് ആ കുട്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യണത്? അവരുടെ ലൈഫിലും അവൾ ഏത് സാഹചര്യത്തിൽ നിന്നാണ്, ഏത് എൻവയോൺമെന്റിൽ നിന്നാണ് അവൾ വളർന്നു വന്നത്, അതേപോലെ തന്നെ ഏത് ബിഹേവിയർ ആണ് അവൾ ഫോളോ ചെയ്യുന്നത്, അവളുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവളുടെ ആ ഒരു രീതി അനുസരിച്ചായിരിക്കും ആ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യണത്.
while both of these natural process are generally different. നമ്മുടെ എന്താണ് പറയുന്നത്, ഈ ഡെവലപ്മെന്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് മെയിൻ ഡിഫറെന്റ് ആണ്. Both growth and development are closely related steps in producing healthy adult. നമുക്ക് നല്ലൊരു പൗരൻ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട മെയിൻ ആയിട്ടുള്ള രണ്ട് ഫാക്ടർ ആണ് എന്ത്, ഗ്രോത്തും ഡെവലപ്മെന്റും. ഈ ഗ്രോത്തും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് രണ്ടാണ്. എല്ലാവരും വിചാരിക്കും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സെയിം ആണ്, പക്ഷെ ഗ്രോത്തും ഡെവലപ്മെന്റ് എന്താണ്, രണ്ടാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ചയാണ്. ഒരു ഫിസിക്കലി നമുക്ക് വേണ്ട ഫിസിക്കലി കാണുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ രണ്ടുണ്ട്, ഫിസിക്കലി ആൻഡ് മെന്റലി. എന്ന് വെച്ചാൽ നമ്മുടെ മെന്റലി വന്ന മാറ്റങ്ങൾ, നമ്മുടെ ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും എന്തിനും ഇൻക്ലൂഡഡ് ആണ്, ഡെവലപ്മെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഞാൻ നമ്മളോട് എപ്പോഴെങ്കിലും ഡെവലപ്മെന്റിന്റെ ഡെഫിനേഷൻ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഡെവലപ്മെന്റ് ഡെഫിനേഷൻ എടുക്കാനായിട്ട്? ഇല്ല. എന്തെങ്കിലും ഡെഫിനേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇമോഷൻ ഡെവലപ്മെന്റിന്റെ പറയാം. ഇനി Royal Crow remarks that growth refers to structural and psychological change, while development growth as well as changes in behavior. നമ്മൾ Royal Crow പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല്, നമ്മൾ സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ, നമ്മൾ ഫിസിക്കലി വരുന്ന മാറ്റങ്ങൾ, സൈക്കോളജിക്കൽ ചേഞ്ചസ് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ ഗ്രോത്ത് കൂടാതെ refers to growth as well as changes in behavior. ഓരോ വ്യക്തിയിലെ വന്ന ബിഹേവിയർ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേറെ വ്യക്തിയുടെ എന്താ പറയുന്നത്, the words of Carl Cox. The term development refers to a progressive series of changes happen in an orderly, predictable pattern as the result of maturization and experience. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരിയോഡിക്കലി വന്ന ആ മാറ്റങ്ങൾ, ആ ഒരു വ്യക്തിയിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത് വെച്ചാൽ, ആ വ്യക്തിക്ക് വന്ന മെച്യൂരിറ്റി, ഏജ് ഓഫ് മെച്യൂരിറ്റി ഉണ്ട്. മെച്യൂരിറ്റി വെച്ച് ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റിന്റെ റിലേറ്റീവിലാണ് മെച്യൂരിറ്റൈസേഷൻ ചെയ്തു പറയുന്നത്. ഓരോ വ്യക്തിയുടെ ഈ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ വരുന്ന ബിഹേവിയർ പാറ്റേൺ, ചിലരുടെ ഓരോ എക്സ്പീരിയൻസ്, അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നായിരിക്കും അവർക്ക് എന്ത് വരുന്നത്, ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഈ എക്സ്പീരിയൻസിൽ നിന്നും ഈ മെച്യൂരിറ്റിയിൽ നിന്നും അദ്ദേഹത്തിന് വരുന്ന ആ ഒരു ബിഹേവിയറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഡെഫിനിഷൻസ് ഒന്നും അങ്ങനെ കാണാപ്പാടം പഠിക്കേണ്ടതില്ല, അപ്പൊ നമുക്ക് അതൊന്ന് വായിച്ച് നോക്കണം എല്ലാവരും. നമ്മളിപ്പോ എടുത്തില്ലേ ഈ പോർഷൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഒരു 4 പാരഗ്രാഫ് വേഗം ഒന്ന് എല്ലാവരും വായിച്ച് കുറച്ചു നേരം ഒരു 5 മിനിറ്റ് തരാം, 20 ആവുമ്പോഴേക്കും ഒന്ന് വായിച്ചിട്ട് റിമാർക്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗ്രോത്തിന് ജസ്റ്റ് സ്ട്രക്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് മാത്രമാണ്. അത് വ്യക്തിയാണ്. നിങ്ങൾ ഡെഫിനേഷൻ ഒന്നും കണ്ടില്ലേ? അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്മെന്റിനെ കുറിച്ചും ഗ്രോത്തിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിരിക്കുന്ന ഒരുപാട് ഒരു ബുക്ക് തന്നെ പബ്ലിഷ് ചെയ്തൊരു എന്താണ് ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ റിമാർക്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ഡെവലപ്മെന്റിനെ കുറിച്ചും ഗ്രോത്തിനെ കുറിച്ചും ജസ്റ്റ് സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതിനേക്കാളും വലിയ ഡെഫിനിഷൻസ് ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ജസ്റ്റ് ഒരു തത്വം അല്ലെങ്കിൽ അതിന്റെ ഒരു മീനിങ് വേണ്ട, ബൈഹാർട്ട് ഒന്നും ചെയ്യണ്ട, വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ ചിലപ്പോ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ അതിന് പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ട് ട്ടോ. Crow remarks that growth refers to dash. അപ്പൊ ഓപ്ഷനിൽ സ്ട്രക്ചറൽ ചേഞ്ചസ്, ഓപ്ഷൻ ബി സൈക്കോളജിക്കൽ ചേഞ്ചസ്, ഓപ്ഷൻ സി സ്ട്രക്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ്, ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ദെൻ നമ്മൾ അനുസരിച്ച് ആൻസർ ചെയ്യണം. ഏതാണ് ആൻസർ അതനുസരിച്ച് ആൻസർ ചെയ്യണം. ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഡെഫിനേഷൻ മൊത്തമായിട്ട് കാണാപ്പാടം പഠിക്കണം, പക്ഷെ നമുക്കിത് അറിഞ്ഞിരിക്കണം ഇല്ലേ? ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കണ്ടേ? എല്ലാവർക്കും മനസ്സിലായ കാര്യം? ഓക്കേനാ?
ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മളിപ്പോ ഇന്ന് എടുത്ത് ഇത്രയും പോർഷൻ ഒന്ന് വായിച്ചിട്ട് എനിക്കറിയാം കുറച്ച് വലിയ പോർഷൻ ഞാൻ സിമ്പിൾ ആയിട്ടൊക്കെ പറഞ്ഞുതരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ ആണോ വായിച്ചിട്ട്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോർഷൻസ് ആണ്. ഞാൻ പറഞ്ഞു ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്താണ്, ഡിഫറെന്റ് ആണ്, രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉണ്ട്. സോ ഗ്രോത്ത് ഡെവലപ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഗ്രോത്ത് ഡെവലപ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ്. ഗ്രോത്ത്, ഈ
It refers to changes in specific aspect of the body or behavior of an individual. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ആ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഫിസിക്കലി വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ബിഹേവിയറിൽ വരുന്ന ആ ഒരു മാറ്റങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു വ്യക്തിയിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത് ഗ്രോത്ത്. ആ വ്യക്തിയിലെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ എന്ത് പറയും, ഗ്രോത്ത് എന്ന് പറയും. ഡെവലപ്മെന്റിലേക്ക് വരുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ഓവറോൾ ചേഞ്ചസ്, മൊത്തം ചേഞ്ചസ്, ഫിസിക്കലി ആവട്ടെ, ഇമോഷണലി, അല്ലെങ്കിൽ എന്താ സോഷ്യൽ ചേഞ്ചസ്, എല്ലാ കാര്യങ്ങളും മൊത്തമായിട്ടാണ് നമ്മൾ എന്ത് പറയണത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ചേഞ്ചസ് ദാറ്റ് റിസൾട്ട് ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ ഫങ്ഷനിങ്ങിന് അദ്ദേഹം എങ്ങനെ പെരുമാറണം, അദ്ദേഹം എങ്ങനെയാണ് ഒരു വ്യക്തിയോട് സംസാരിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ വ്യക്തിയുടെ ഓവറോൾ ഫങ്ഷനിങ്ങിനെയാണ്, അല്ലെങ്കിൽ ഓവറോൾ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫങ്ഷനിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓവറോൾ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ്, ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. നമുക്ക് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് എന്ത് പറ്റും, ഗ്രോത്ത് പറ്റും. ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് മെഷറബിൾ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ മെഷറബിൾ, നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് മാത്രമാണ് പറയുന്നത്. നമുക്കത് മെഷർ ചെയ്യാനായിട്ട് പറ്റൂല, കാണാൻ മനസ്സിലാക്കാം. അതിൽ കൂടുതൽ നമുക്ക് നമുക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, ഓരോ വ്യക്തി നമ്മളോട് പെരുമാറുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, അല്ലാതെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാനായിട്ട് പറ്റൂല. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ദ ലൈഫ്. ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല. നമുക്ക് ത്രൂ ഔട്ട് ദ ലൈഫ് എന്തെല്ലാം കണ്ടിന്യൂസ് അല്ല. ഇറ്റ് സ്റ്റോപ്പ് വിത്ത് വെൻ മെച്യൂരിറ്റി അറ്റൈൻഡ്. നമ്മുടെ ഏജ് ഓഫ് മെച്യൂരിറ്റി ആവും, നമ്മൾ അതിന്റെ ഗ്രോത്ത് ഉണ്ടാവും, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ഗ്രോ ചെയ്യില്ല. ഇവിടെ ഡെവലപ്മെന്റിന്റെ കാര്യത്തില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് ആൻ അൺസീസിങ് പ്രോസസ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അൺസീസിങ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വെൻ ദ മെച്യൂരിറ്റി അറ്റൈൻഡ്. ഒരു മെച്യൂരിറ്റി എത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെവലപ്മെന്റിൽ വന്ന കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും എൻഡ് ചെയ്യണില്ല. നമ്മൾ വീണ്ടും നമ്മുടെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 19, 20 വയസ്സുള്ള ക്യാരക്ടറാണ് ഇപ്പോൾ ഉള്ളത്. അല്ല, വീണ്ടും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അതിൽ എന്ത് വരുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു നാരോ കൺസെപ്റ്റ് ആണ്. നമ്മുടെ ഡെവലപ്മെന്റിൽ ഒരു ജസ്റ്റ് നാരോ കൺസെപ്റ്റ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്ത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഫിസിക്കലി വരുന്ന മാറ്റങ്ങൾ മാത്രമാണ് എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നാരോ കൺസെപ്റ്റ്. ഇൻ ഇറ്റ്സ് മീനിങ് only one of the features of the development process. നമ്മുടെ ഡെവലപ്മെന്റ് പ്രോസസ്സിലെ ഒരു ജസ്റ്റ് ഒരു ഒറ്റ ഫീച്ചർ മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡെവലപ്മെന്റ് വൈഡർ കൺസെപ്റ്റ് ആണ്, കോംപ്രിഹെൻസീവ് ടേംസ് ആണ്. നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈഡർ കൺസെപ്റ്റ് ആണ്. ഗ്രോത്ത് പോലെ നാരോ കൺസെപ്റ്റ് അല്ല, വൈഡർ കൺസെപ്റ്റ് ആണ്. നമ്മുടെ ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, അഡ്ജക്റ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഇതെല്ലാത്തും കൂടെ ആയിട്ടുള്ളൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മൊത്തമായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ആ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സിന്റെയും എല്ലാത്തിന്റെയും ഡെവലപ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് നാരോ കൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ഫിസിക്കലി വരുന്ന മാറ്റങ്ങൾ, അവർക്ക് എങ്ങനെ വളർച്ചയുണ്ടോ വളർച്ചയില്ല, അത്രേ ഉള്ളൂ. ഇവിടെ പറയുന്ന ക്യാരക്ടർ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഒരു കുട്ടിയുടെ എന്താ പറയാ, ആ കുട്ടിയുടെ വരുന്ന ക്യാരക്ടറിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും, ആ കുട്ടി എന്തൊക്കെ സംഭവിച്ചാൽ ഡെവലപ്മെന്റ്, ഗ്രോത്തും വരുന്നുണ്ട്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രോത്തും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡെവലപ്മെന്റ് വരുന്നത്. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്സ്. ഗ്രോത്തിൽ മേ ഓർ മേ നോട്ട് ബി ബ്രിങ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ല. നമുക്ക് അറിഞ്ഞു, നമ്മളാണ് പറഞ്ഞത് മെന്റലി ഇല്ലായിട്ടുള്ള കുട്ടികൾ, മെന്റലി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടാവും. ഫിസിക്കലി അവർ വലുതായിട്ടുണ്ടാവും, പക്ഷെ മെന്റലി അവർക്ക് എന്ത് വരുന്നില്ല, മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. മെന്റലി ഡെവലപ്പ് ചെയ്യുന്നില്ല, സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ല, ഇമോഷണൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ല. സോ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ പറയാ, ഗ്രോത്തില് മേ ഓർ മേ നോട്ട് ബി ഡെവലപ്ഡ്. ഡെവലപ്മെന്റ് സംഭവിക്കാതിരിക്കാം. ഞാൻ പറഞ്ഞു, മെന്റലി ഇല്ലായിട്ടുള്ള കുട്ടികള് ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടാകും, പക്ഷെ അവർ മെന്റലി
എന്താണ് ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ഗ്രോത്ത് ഇൻക്ലൂഡഡ് ആണ്. ഡെവലപ്മെന്റ് ഇസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഇല്ലാണ്ട് ഡെവലപ്മെന്റ് സംഭവിക്കാം. ചിലവരൊക്കെ നമ്മ പറയുന്നത് കേൾക്കുന്നത് നമുക്ക് ഏജിനേക്കാളും വലിയ മെച്യൂരിറ്റി ആണ്. ഒരു 15 വയസ്സുള്ള കുട്ടീനെ കാണുമ്പോൾ നമ്മ പറയുന്നത് ചിലപ്പോൾ 20 വയസ്സിന്റെ മെച്യൂരിറ്റി ആയിരിക്കും അവൾ കാണിക്കണം. അപ്പൊ നമ്മൾ പറയും അവൾക്ക് ഏജിനേക്കാളും വലിയ മെച്യൂരിറ്റി ആണ്. എന്താണ് ഗ്രോത്ത് ഇല്ലെങ്കിലും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. സോഷ്യലായിട്ട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കുട്ടികൾ ചില ചെറുപ്പത്തിൽ ശീലിച്ചിട്ടുണ്ടെങ്കിൽ അവരതായിരിക്കും പ്രാക്ടീസ് ചെയ്യണം. അവിടെ എന്താണ് ആ ഗ്രോത്തിനേക്കാളും മുമ്പ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. The changes generated by growth are visible and can be measured. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷറബിൾ ആണ്. നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെന്റ് പറ്റുമോ? അങ്ങനെ മെഷർ ചെയ്യാനായിട്ട് പറ്റുമോ? ഡെവലപ്മെന്റ് ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡെവലപ്മെന്റ് ആർ നോട്ട് പെർസിബിൾ ആൻഡ് cannot be measured. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? നമ്പേഴ്സ് മെഷർ ചെയ്യാൻ പറ്റുമോ? അവിടെ പറ്റും. വെയിറ്റും ഹൈറ്റും എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഗ്രോത്ത് ഈ സ്ട്രക്ചറൽ, ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഇസ് ഫങ്ഷണൽ, പ്രവർത്തനക്ഷമമാവൽ, പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഗ്രോത്ത് സംഭവിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ലൈഫിൽ എന്ത് പറയുന്നത്? ഗ്രോത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ഒന്ന് ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒന്ന് വായിച്ചേ, വേഗം ഒന്ന് വായിച്ചു നോക്കേ. വേഗോട്ട് ഒന്ന് വായിച്ചു നോക്കട്ടോ. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് അപ്പൊ മെസ്സേജ് അയക്കുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, വായിച്ചിട്ട്. ഗ്രോത്ത് ഡെവലപ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി വെക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നോട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു. ചിലപ്പോൾ നാളത്തെ ക്ലാസ് വരുമ്പോൾ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. Okay, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.